ഹായ് ഓൾ, വെൽക്കം ടു ജയലൺ. ജയലൺ PSCയുടെ 5 മിനിറ്റ് സീരീസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ ഒരു 5 മിനിറ്റ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ദേശീയഗാനം, ദേശീയഗീതം, ഈ രണ്ട് ടോപ്പിക്സ് ആണ്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. അത് നമ്മൾ നോക്കുന്നത് ദേശീയ ഗാനത്തെക്കുറിച്ചാണ്. ഇപ്പോൾ ദേശീയഗാനം നമുക്കറിയാവുന്ന പോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ നാഷണൽ ആന്തം അത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ജനഗണമന അല്ലേ? അപ്പം ദേശീയഗാനമായിട്ടുള്ള ജനഗണമന രചിച്ചത് ആരാണ്? രവീന്ദ്രനാഥ് ടാഗോറാണ് ജനഗണമന രചിച്ചത്. അതുപോലെ ഭരണഘടന നിർമ്മാണ സമിതി ജനഗണമനയെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് എന്നാണ്? അത് ഇമ്പോർട്ടൻ്റ് ആണ്. 1950 ജനുവരി 24 അതുപോലെ ദേശീയഗാനം ആലപിക്കാൻ എടുക്കുന്ന സമയം ചോദിച്ചിട്ടുണ്ട്, 52 സെക്കൻഡ് ആണ്. ഇതിൻ്റെ ഒരു മിനി വേർഷൻ, അതായത് ദേശീയഗാനത്തിൻ്റെ ഹ്രസ്വരൂപം ആലപിക്കാൻ എടുക്കുന്ന സമയം 20 സെക്കൻഡുമാണ്. ഓക്കെ, സോ കംപ്ലീറ്റ് ആയിട്ട് ഇത് പാടാൻ എടുക്കുന്ന സമയം അല്ലെങ്കിൽ ആലപിക്കാൻ എടുക്കുന്ന സമയം 52 സെക്കൻഡ്. ഇതിൻ്റെ ഹ്രസ്വരൂപം ആലപിക്കാൻ എടുക്കുന്ന സമയം 20 സെക്കൻഡുമാണ്. രണ്ടും ചോദ്യമായിട്ട് വന്നിട്ടുള്ളതാണ്. 1911 ഡിസംബറിലെ കോൺഗ്രസിന്റെ കൊൽക്കത്ത സമ്മേളനത്തിലാണ് ജനഗണമന ഒരു പൊതുവേദിയിൽ ആദ്യമായി ആലപിച്ചത്. അപ്പം INC സമ്മേളനം ഏതെന്നുള്ള ചോദ്യം വരാറുണ്ട്. അപ്പോൾ 1911 കൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ് ജനഗണമന ആദ്യമായിട്ട് ഒരു പൊതുവേദിയിൽ ആലപിച്ചത്. ആരാണെന്ന് ആലപിച്ചത്? സരളാദേവി ചൗധരിണി. ഓക്കെ, സരളാദേവി ചൗധരിണിയാണ് ജനഗണമന ആദ്യമായിട്ട് INCയുടെ ഒരു സെഷനിൽ ഒരു പൊതുവേദിയിൽ ആലപിച്ചത്. 1911 കൽക്കത്ത സമ്മേളനത്തിലെ അധ്യക്ഷൻ ആരായിരുന്നു? BN ധർ ആയിരുന്നു. 1911 INC സമ്മേളനം കൽക്കത്ത സമ്മേളനത്തിലെ അധ്യക്ഷനായിരുന്നത് BN ധർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ അധ്യക്ഷതയിലുള്ള സെഷനിലായിരുന്നു ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത്. ഇന്ത്യയുടെ ദേശീയഗാനം ബംഗാളി ഭാഷയിലാണ് രചിച്ചിട്ടുള്ളത്. ഓക്കെ, ബംഗാളി ഭാഷയിലാണ് ജനഗണമന രചിച്ചതെന്ന് ഓർത്തു വെക്കാം. അതുപോലെ ജനഗണമന തുടക്കത്തിൽ അറിയപ്പെട്ടത് ഭാരത് വിധാത എന്നായിരുന്നു. ഇതിൻ്റെ ഒരു ഇംഗ്ലീഷ് പരിഭാഷയുണ്ട്, അത് തയ്യാറാക്കിയതും രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ്. ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് നൽകിയ പേര് ഓർത്ത് വെക്കാം, മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ. ഓക്കെ, മോർണിംഗ് സോങ് ഓഫ് ഇന്ത്യ എന്നാണ് ജനഗണമനയുടെ ഇംഗ്ലീഷ് പരിഭാഷയ്ക്ക് നൽകിയ പേര്. ജനഗണമനയ്ക്ക് ഇപ്പോഴുള്ള സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂറാണ്. ജനഗണമനയുടെ ഇപ്പോഴത്തെ കറണ്ട് നമ്മൾ ആലപിക്കുന്ന ആ ഒരു സംഗീതം നൽകിയത് ക്യാപ്റ്റൻ രാംസിംഗ് താക്കൂറാണ്. ശങ്കരാഭരണ രാഗത്തിലാണ് ഈ ഒരു നമ്മുടെ ദേശീയഗാനം ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. ഇതും ചോദ്യം വന്നിട്ടുള്ള ഒരു ഏരിയ ആണ്. അതുപോലെ ഇന്ത്യക്ക് പുറമെ ബംഗ്ലാദേശിൻ്റെയും കൂടി നാഷണൽ ആന്തം രചിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ തന്നെയാണ് അല്ലേ. അപ്പോൾ ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനം അറിയപ്പെടുന്നത് അമർ സോനാർ ബംഗ്ല എന്നാണ്. ഓക്കെ, അമർ സോനാർ ബംഗ്ല ആണ്, അത് രചിച്ചതും ടാഗോർ തന്നെയാണെന്ന് ഓർത്ത് വെക്കുക. ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനം രവീന്ദ്രനാഥ് ടാഗോർ 1905 രചിച്ചത്. ഓക്കെ, 1905, അതായത് നമ്മുടെ കഴ്സൺ പ്രഭു ബംഗാൾ വിഭജനം നടത്തിയ സമയത്താണ് അദ്ദേഹം ഈ ഒരു ബംഗ്ലാദേശിൻ്റെ ദേശീയഗാനം രചിച്ചത്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ദേശീയ ഗീതത്തെക്കുറിച്ചാണ്. ദേശീയഗാനം പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ദേശീയഗീതവും. ദേശീയഗീതം ആയിട്ടുള്ളത് വന്ദേ മാതരമാണ് അല്ലേ. വന്ദേ മാതരം അത് രചിച്ച ആരാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജി ചോദിച്ചിട്ടുള്ളതാണ്. അതും അംഗീകരിച്ചത്, നമ്മുടെ ദേശീയ ഗീതമായിട്ട് വന്ദേ മാതരത്തെ അംഗീകരിച്ചതും ദേശീയഗാനമായിട്ട് ജനഗണമനെ അംഗീകരിച്ചതും ഒരേ ദിവസമാണ്, 1950 ജനുവരി 24. 1882 പ്രസിദ്ധീകരിക്കപ്പെട്ട ആനന്ദമഠം എന്ന കൃതിയിലാണ് വന്ദേ മാതരം ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഓക്കെ, വന്ദേ മാതരം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആനന്ദമഠം എന്ന കൃതിയിലാണ്. സന്യാസി കലാപത്തെ ആസ്പദമാക്കി രചിച്ച കൃതിയാണ് ആനന്ദമഠം, അത് ഓർത്തു വെക്കാം. വന്ദേ മാതരം രചിച്ചിരിക്കുന്നത് ബംഗാളി ഭാഷയിൽ തന്നെയാണ്. അരവിന്ദ ഘോഷാണ് ഇതിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയത്. അതുപോലെ ദേശ് രാഗത്തിലാണ്. ശങ്കരാഭരണ ആണെങ്കിൽ ഇവിടെ ദേശ് രാഗമാണെന്ന് ഓർത്തു വെക്കാം. ഇതിന്റെ ഇപ്പോഴത്തെ ഈണം നൽകിയത് വിഷ്ണു ദിഗംബർ പലുസ്കർ ആണ്. ഓക്കെ, അതുപോലെ തന്നെ 1896 കോൺഗ്രസ് സമ്മേളനം കൽക്കത്തയിൽ വെച്ച് തന്നെ നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് വന്ദേ മാതരം ആലപിച്ചത്. അത് ആലപിച്ചത് ആരാണ്? അത് ടാഗോറാണ്. ഓക്കെ, രവീന്ദ്രനാഥ് ടാഗോറാണ് വന്ദേ മാതരം ആലപിച്ചത്. സരളാദേവി ചൗധരിണി ആയിരുന്നു ജനഗണമന ആലപിച്ചത്. ഓക്കെ, ആ സമയത്തെ അധ്യക്ഷനാരായിരുന്നു? റഹിമത്തുള്ള സയാനി. ഓക്കെ, റഹിമത്തുള്ള സയാനി ആയിരുന്നു വന്ദേ മാതരം ആലപിച്ചപ്പോൾ INCയുടെ പ്രസിഡന്റ് ആയിരുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ദേശീയഗാനം, ദേശീയഗീതം എന്നീ ടോപ്പിക്കിൽ നമുക്ക് പഠിക്കാനുള്ളത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പോയിന്റ്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുള്ളതുമാണ്. അപ്പം ഇതുപോലുള്ള 5 മിനിറ്റ് സീരീസിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. ഓക്കെ, PSC റിലേറ്റഡ് എല്ലാ അപ്ഡേറ്റ്സും നമുക്ക് ചാനലിൽ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. പ്രധാനപ്പെട്ട എക്സാംസും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ചാനൽ ഫോളോ ചെയ്യുക. താങ്ക്